സുഹൃത്തുക്കളെ, അക്ഷരസമരനായകൻ പ്രൊഫസർ എം.എൻ. കാരശ്ശേരിയുടെ ഒരു യൂട്യൂബ് സന്ദേശം കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പറിൽ 18 അക്ഷരത്തെറ്റുകളുണ്ട് എന്ന്. അക്ഷരം, വാക്ക്, വാക്യം, ആശയം, ആ രീതി പഴഞ്ചനാണ്. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ആശയം, വാക്യം, വാക്ക്, അക്ഷരം, ഇതാണ് ക്രമം. ഇത് സിദ്ധാന്തിച്ച ചോംസ്കിയും ഗുഡ്മാനും ഒന്നും അക്ഷരം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവസാനം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കേരള എഡീഷൻ വന്നപ്പോൾ അക്ഷരമേ വേണ്ട, അക്ഷരമാലയും വേണ്ട എന്ന് പറഞ്ഞ് അക്ഷരവും വെട്ടി അക്ഷരമാലയും വെട്ടി അത് പഠിപ്പിക്കുന്ന ശിക്ഷാർഹമാണെന്ന് സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് പിന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഉദ്ഘസന സിദ്ധാന്തം അനുസരിച്ച് പഠിപ്പിക്കണം. 1ലും 2ലും പഠിക്കുന്ന കുട്ടികളെ ഉദ്ഘസിച്ച് പഠിപ്പിക്കണം, അക്ഷരം പഠിപ്പിക്കുന്നത്, എഴുതി പഠിപ്പിക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഈ സിദ്ധാന്തത്തിൻ്റെ എല്ലാം ഫലമായിട്ട് അവസാനം വന്നിരിക്കുന്നത് ചോദ്യക്കടലാസ് തയ്യാറാക്കി, അതും ഹയർ സെക്കൻഡറിയിലെ മലയാള അധ്യാപകർക്ക് തയ്യാറാക്കി ചോദ്യക്കടലാസിനകത്ത് 18 അക്ഷരത്തെറ്റ്. 5 കൊല്ലം നീണ്ടുനിന്നൊരു സമരത്തിൻ്റെ ഫലമായിട്ട് അക്ഷര സമരത്തിൻ്റെ ഫലമായിട്ട് സ്കൂളിൽ പാഠപുസ്തകത്തിൽ അക്ഷരമാല ചേർത്തു. പള്ളിക്കൂടം പിള്ളേരെ പഠിക്കാൻ തുടങ്ങി, അധ്യാപകർ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കയറി വരുമ്പോഴാണ് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന SCERT തയ്യാറാക്കിയ ചോദ്യക്കടലാസിനകത്ത് മലയാളം ചോദ്യപേപ്പറിനകത്ത് 18 അക്ഷരത്തെറ്റുകൾ വന്നിരിക്കുന്നത്. നമ്മുടെ വിധിയെന്നല്ല എന്താ പറയുക. ഒരു അഭ്യർത്ഥനയുണ്ട്. സർക്കാരിൻ്റെ ഭാഷാ മാർഗനിർദ്ദേശക വിദഗ്ധ സമിതി ഉണ്ടല്ലോ, ആ സമിതിയുടെ അംഗങ്ങൾ ഈ SCERTയിലെ ഭാഷാധ്യാപകർക്ക് ഒരു സെമിനാർ നടത്തി അവരെ അക്ഷരം പഠിപ്പിക്കണം. ഇതൊരു അഭ്യർത്ഥനയാണ്. പിന്നെ 1 ലക്ഷം രൂപയെങ്കിലും ശമ്പളമുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഇവർക്ക്. അപ്പോൾ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ടീം അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളതെന്ന് അറിയാൻ കരം കൊടുക്കുന്ന എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് അവരുടെ പേര് ഒന്ന് വെളിപ്പെടുത്തി കാണണം. ഇതൊരു അഭ്യർത്ഥനയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ യുക്തമായ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ അധ്യാപക ശ്രേഷ്ഠർക്കും ഭാഷാ സ്നേഹികൾക്കും നന്മകൾ നേരുന്നു, ആശംസകൾ നേരുന്നു.